നിത്യമോളെ നീ എവിടെയാ ഒളിച്ചിരിക്കണേ എന്ന് ചോദിച്ചുകൊണ്ട് നിത്യമോളുടെ കാര്യങ്ങൾ നോക്കാൻ നിൽക്കുന്ന സ്ത്രീ അവിടെയൊക്കെ തിരയുന്നുണ്ട്. നിത്യമോൾ റൂമിനുള്ളിൽ ഒരു പുതപ്പിനുള്ളിൽ ഒളിച്ചിരുന്നത് കണ്ടെങ്കിലും അവർ അവളെ നിരാശപ്പെടുത്താതെ നിത്യമോൾ ഭയങ്കര തന്നെ എന്ന് അവൾ കേൾക്കെ ഉറക്കെ പറഞ്ഞു. അപ്പോഴേക്കും അവളുടെ ചേച്ചി സോഫി ജോലി കഴിഞ്ഞ് വന്നു. സോഫി നിത്യമോളുടെ അടുത്ത് വന്ന് അവളുടെ പ്രിയപ്പെട്ട ടെറ്റിയോട് നിത്യമോളെ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അവൾ പുതപ്പ് മാറ്റി സോഫിയെ നോക്കി ചിരിച്ചു. നിത്യ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. നിത്യയും സോഫിയും രണ്ട് സഹോദരിമാർ മാത്രമാണ് ആ ഫ്ലാറ്റിലുള്ളത്. പിന്നെ സോഫി ജോലിക്ക് പോകുമ്പോൾ നിത്യമോളെ നോക്കാൻ വരുന്ന സ്ത്രീയും പകൽ സമയം അവിടെ കാണും. നിത്യമോളുടെ ഫേവറേറ്റ് ആണ് ഐസ്ക്രീം. അന്ന് സോഫി കൊണ്ടുവന്ന കിറ്റിൽ നിന്ന് നിത്യമോൾ സാധനങ്ങളൊക്കെ എടുക്കുന്ന വഴി ഒരു എലിവിഷം കണ്ടു. നിത്യമോൾക്ക് അത് എന്താണെന്ന് മനസ്സിലായില്ല. സോഫി ഓടി വന്ന് അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഇത് മോൾ എടുക്കേണ്ട എന്ന് പറഞ്ഞു. അന്ന് രാത്രി നിത്യമോളെ നോക്കുന്ന സ്ത്രീ പിറ്റേന്ന് വരില്ലെന്നും മകന് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും സോഫിയെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സോഫിക്ക് പിറ്റേന്ന് ലീവ് എടുക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ സോഫി രാവിലെ ഫ്ലാറ്റിലെ ജോലിയെല്ലാം തീർത്ത് ജോലിക്ക് പോകാൻ റെഡിയായി. പെട്ടെന്ന് കോളിംഗ് ബെൽ കേട്ട് ഡോർ തുറന്നപ്പോൾ അടുത്ത ഫ്ലാറ്റിലെ പയ്യനായിരുന്നു. അവൻ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഫുഡ് സോഫിക്കും നിത്യമോൾക്കും കൊടുക്കാൻ വന്നതായിരുന്നു. എന്നാൽ അവൻ്റെ നോട്ടം ഒട്ടും ശരിയല്ലായിരുന്നു. സോഫിക്ക് അവനിൽ ഒട്ടും സംശയമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് വീട്ടിൽ നിത്യമോളെ നോക്കാൻ ആരുമില്ല. അമ്മയോട് ഇടയ്ക്ക് വന്ന് ശ്രദ്ധിക്കണമെന്ന് സോഫി അവനെ പറഞ്ഞേൽപ്പിച്ച ശേഷം ജോലിക്ക് പോയി. സോഫി ഡോർ ലോക്ക് ചെയ്ത് കീ പുറത്ത് വെച്ചിട്ട് പോകുന്നത് കണ്ട അവൾ പോയ ശേഷം കീ എടുത്ത് ഡോർ തുറന്ന് അകത്ത് കയറി. നിത്യമോൾ പടം വരയ്ക്കുകയായിരുന്നു. അവൻ ഫ്രിഡ്ജിൽ നിന്ന് നിത്യമോളുടെ ഫേവറേറ്റ് ആയ ഐസ്ക്രീം എടുത്തുകൊണ്ട് നിത്യമോളുടെ അടുത്ത് വന്ന് മോൾക്ക് ഐസ്ക്രീം ഒരുപാട് ഇഷ്ടമാണല്ലേ എന്നൊക്കെ ചോദിച്ച് അവൾക്ക് ഐസ്ക്രീം വായിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് അവൻ എണീറ്റ് ബെഡ്റൂമിൽ പോയി ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് ഒക്കെ വലിച്ചു. പെട്ടെന്ന് അവൻ വന്ന് പടം വരച്ചുകൊണ്ടിരുന്ന നിത്യമോളുടെ വായിൽ പൊത്തിപ്പിടിച്ച് വലിച്ചിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവളെ ബലമായി പീഡിപ്പിച്ചു. ഇതിനിടയ്ക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സോഫി തന്റെ അഫെയറുമായി നിത്യമോളുടെ കാര്യം സംസാരിക്കുകയാണ്. അയാൾ അവളെ അനാഥാലയത്തിലാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സോഫി അയാളെ വഴക്ക് പറഞ്ഞ ശേഷം ആ റിലേഷൻ അവിടെ വെച്ച് അവൾ ബ്രേക്കപ്പ് ചെയ്തു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവിടെയെല്ലാം അലങ്കോലമായി കിടക്കുന്നത് കണ്ട് സോഫി അതെല്ലാം എടുത്ത് അടുക്കി വെച്ചു. എന്നിട്ട് നിത്യമോളുടെ റൂമിൽ ചെന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം കൊടുത്തെങ്കിലും അവൾ അത് തട്ടിക്കളഞ്ഞു. അവൾ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന സോഫി നിത്യമോളെ ചീത്ത പറഞ്ഞതിന് പെട്ടെന്ന് തന്നെ സോറി പറഞ്ഞ് നിത്യമോളെ സമാധാനിപ്പിച്ചു. ഇന്ന് ജോലിക്ക് പോകാൻ റെഡിയായ സോഫി നിത്യമോളോട് യാത്ര ഒക്കെ പറഞ്ഞു പോയി. എന്നാൽ നിത്യമോൾക്ക് വളരെ പേടിച്ചിരിക്കുകയായിരുന്നു. സോഫി പോയതും അവൻ ഡോർ തുറന്ന് അകത്ത് കയറി പതിവ് പോലെ ഫ്രിഡ്ജ് തുറന്ന് ഐസ്ക്രീം എടുത്തു. എന്നിട്ട് നിത്യമോളുടെ മുൻപിൽ വന്നിരുന്ന് അവളെ വളരെ മോശമായ രീതിയിൽ നോക്കിയിരുന്ന് ഐസ്ക്രീം കുടിച്ചു. എന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ അവൾ പിന്നെയും ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവളെ നോക്കുന്ന സ്ത്രീ ഫ്ലാറ്റിന്റെ ഡോർ തുറന്നു. അവർ നിത്യമോളെ എന്ന് വിളിക്കുന്നത് കേട്ട് അവൻ അവളെ വിട്ട ശേഷം ആരും കാണാതെ പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് പടം വരച്ചുകൊണ്ടിരുന്ന അവളുടെ അടുത്തേക്ക് ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലെ പയ്യനെ പെട്ടെന്ന് കുഴഞ്ഞു വീണ ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷപ്പെടില്ല എന്നാ പറയുന്നതെന്ന്. നിത്യമോൾക്ക് അവർ പറഞ്ഞതൊന്നും മനസ്സിലാക്കാനില്ല എന്ന് അവർ കരുതി. എന്നാൽ ജോലിക്കാരി തിരിഞ്ഞു പോകാൻ നേരം നിത്യമോൾ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. സത്യത്തിൽ തലേദിവസം രാത്രി തന്നെ സോഫിക്ക് മനസ്സിലായിരുന്നു നിത്യമോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അവളുടെ പൂർത്തിയാകാതെ നിലത്ത് കിടന്ന ചിത്രവും തറയിൽ കിടന്ന ഐസ്ക്രീമിന്റെ ബോക്സും പിന്നെ നിത്യമോളുടെ പേടിയും കണ്ടപ്പോൾ തന്നെ സോഫിക്ക് അവനെ സംശയം തോന്നി. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് സോഫി തലേദിവസം എലിശല്യം മാറ്റാൻ വാങ്ങി എലിവിഷം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഐസ്ക്രീമിൽ ചേർത്ത ശേഷം അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അവൻ ഫ്രിഡ്ജിൽ വന്ന് ആ ഐസ്ക്രീം തന്നെ എടുക്കും എന്ന് സോഫിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുതന്നെ അവൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നിത്യമോൾ അതിമനോഹരമായ ഒരു എലിയുടെ ചിത്രം വരച്ച് പൂർത്തിയാക്കി. എനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ചേച്ചിയെയും കെട്ടിപ്പിടിച്ച് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി ഹാപ്പി ആയിരിക്കുകയാണ് നിത്യമോളും.